ലയണൽ മെസ്സി കേരളത്തിൽ വരുന്നു, കേരളത്തിൽ വന്ന് കളിക്കുന്നു എന്നൊക്കെ അന്ന് മന്ത്രി പ്രഖ്യാപിച്ചപ്പോൾ ഒരുപാട് പേഴ്സണലായിട്ട് നിങ്ങൾക്കറിയാം, ഞാനൊരു മെസ്സി ഫാനാണ്, ഒരുപാട് സന്തോഷിച്ച ഒരാളാണ്. അതിനുശേഷം അവിടെ നിന്നുള്ള ഒരു ഭാഗം തന്നെ കേട്ടു മെസ്സി വരുന്നില്ല എന്നുള്ളത്. അന്നേ തന്നെ ഞാൻ വീഡിയോ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് പക്ക ഉടായിപ്പാണെന്ന്. അന്ന് ഒരുപാട് പേര് എന്നെ മൂരിയാക്കി, സംഖ്യയാക്കി, പിന്നെ കോങ്ങിയാക്കി പലരും എന്നെ ഈ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിക്കെതിരെ വിമർശിച്ചതാണെന്നാണ് പറഞ്ഞത്. ഞാനൊരു ഫുട്ബോൾ പ്രേമിയാണ്. കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നിയൊരു കാര്യമാണ്. പിന്നീട് അത് ഉടായിപ്പെന്ന് പറഞ്ഞപ്പോൾ ഇനി പ്രതികരിക്കാൻ പറ്റൂല, അത്രയേ ഉള്ളൂ. എൻ്റെ മന്ത്രി, നിങ്ങൾ ഈ 4 വോട്ടിന് വേണ്ടിയിട്ട് ഇത്രയ്ക്കും തരം താഴ്തരുത്. റിപ്പോർട്ടർ ചാനലിനും ഇതിന് പങ്കുണ്ട്, ഇല്ലാന്നും പറഞ്ഞില്ല. റിപ്പോർട്ടർ ചാനലിനും ഇതിന് പങ്കുണ്ട് എന്ന് തന്നെ പറയാം. കാരണം അവരാണ് ഇതിൻ്റെ സ്പോൺസറും കാര്യങ്ങളൊക്കെ. എന്തായാലും അവരും ഇതിന് മറുപടി പറയണം. നിങ്ങൾ നാണം കെടുത്തിയത് അനേകം കേരളത്തിൽ ഒരുപാട് അർജന്റീന ഫാൻസ് ഉണ്ട്. അവർ നാണം കെടുത്തി അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ മുന്നിൽ. അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പറഞ്ഞത് കരാർ ലംഘനം നടത്തിയതാണ്. എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടിയിട്ട്? ഇനിയിപ്പോൾ പുതിയ കണക്കൊക്കെ വരും, ഇതിനു വേണ്ടി എത്ര രൂപ ചെലവാക്കിയെന്നൊക്കെ. ഇതൊക്കെ നമ്മുടെ ഒക്കെ പൈസ അല്ലട ബായി. നിങ്ങൾക്ക് ഉളുപ്പല്ല ഇതിന് പറയാം, പക്കായിട്ട് ചെറ്റത്തരം. ഇനിയിപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞൊരു വാക്ക് കണ്ട, മെസ്സി ഒന്നും വരണ്ടപ്പോൾ തൽക്കാലം നമുക്ക് ഒരുപാട് സ്റ്റേഡിയങ്ങൾ പണിയാം, ആ പൈസ ഉണ്ടെങ്കിൽ. തൽക്കാലം നിങ്ങൾ സ്റ്റേഡിയം ഒന്നും പണിയണ്ട പ്ലീസ്. ആ ചൂരൽമലയിൽ ഒരുപാട് പാവപ്പെട്ട ജനത ഉണ്ട്, അവരൊരുപാട് ബന്ധുക്കൾ മരിച്ചു പോയിട്ടുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ? ഇതൊരു റിക്വസ്റ്റാണ്, പകുതി മതി. ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും വിശ്വസിക്കാത്ത ഒരാളാണ്. പക്ഷേ ഏത് രാഷ്ട്രീയ പാർട്ടി നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലത് ചെയ്തെന്ന് തന്നെ ഞാൻ പറയാറുമുണ്ട്. എന്തായാലും ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട്, ജനങ്ങൾ കേൾക്കുന്നുണ്ട്. ഇതിനുള്ള മറുപടി ജനങ്ങൾ തരും ചെയ്യും. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ അടിമകളല്ല ജനങ്ങൾ, അത് നമുക്ക് മനസ്സിലായിക്കോ.